ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അവിടുത്തെ മുർശിദ് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ സാലിഹീങ്ങൾക്കുള്ള 8 ഗുണങ്ങൾ അല്ലാഹു വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സാലിഹീങ്ങൾക്ക് ഉണ്ടാവേണ്ട ഗുണം. ആരാണ് സാലിഹീങ്ങള്? സാലിഹീങ്ങളായിത്തീരാൻ എന്തൊക്കെ വേണം? അത് മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വമിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹ് ആനാഅൽ ലൈലി വഹും യസ്ജുദൂൻ. അതേ, വേദം നൽകപ്പെട്ടവരിൽ ഈ ആയത്തിറങ്ങിയതിന്റെ പശ്ചാത്തലം ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്നിരുന്ന സ്വഹാബികളെ പറ്റിയാണ് പരാമർശമെങ്കിലും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ള കിതാബിന്റെ വാക്താക്കൾ, ഖുർആനിന്റെ വാക്താക്കൾ, ഗ്രന്ഥത്തിന്റെ വാക്താക്കൾ, അവരിൽ നല്ല ഒരു വിങ്ങുണ്ട്. ഉമ്മത്തുൻ ഖായിമത്തുൻ, നേരെ നിൽക്കുന്ന, ധൈര്യത്തോടുകൂടി നിൽക്കുന്ന, ഉറച്ചു നിൽക്കുന്ന, ജീവിതത്തിൽ ചിട്ടയുള്ള ഖായിമത്തായ ഒരു വിഭാഗം. മുഅ്മിനീൻ സ്വാലിഹീങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിൽ ഇസ്തിഖാമത്ത് വേണം, ഒരു ശരിയായ ബോധം വേണം. നമ്മളങ്ങ് ചാഞ്ചാട്ടമുണ്ടാവരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകരുത്. ആദർശത്തിലും വിശ്വാസത്തിലും കൃത്യനിഷ്ഠ നമുക്ക് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചായാനുള്ളതല്ല, മാറാനുള്ളതല്ല. ഉമ്മത്തുൻ ഖായിമത്തുൻ, ഖായിമായിരിക്കുന്ന ഒരു വിഭാഗം. നിങ്ങൾ ഓർത്തോക്കൂ, ജീവിതത്തിൽ കൃത്യനിഷ്ഠ പുലർത്തണം. നമ്മൾ തോന്നും പോലെ ജീവിക്കരുത്. നമ്മുടെ എല്ലാ ജീവിതത്തിലും ഒരു കൃത്യനിഷ്ഠ വേണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ, കൃത്യനിഷ്ഠ ജീവിതത്തിൽ വേണം. ആ കൃത്യനിഷ്ഠയോടുകൂടി ജീവിക്കുന്നവരാവണം. സ്ഥൈര്യത്തിലും ധൈര്യത്തിലും നിൽക്കുന്നവരാവണം. ഇളകിപ്പോകരുത്. എന്ത് സംഭവിച്ചാലും ഇളകരുത്. അറിയുമോ, മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, മദീനയിലുള്ള 7 ഫുഖഹാക്കളിൽ വലിയൊരു മഹാനാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അറിയപ്പെട്ട താബീഈങ്ങളിൽപ്പെട്ട അറിയപ്പെട്ട പണ്ഡിതനാണ്. ആ സയ്യിദ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു ജീവിച്ചത് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലഘട്ടത്തിലാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫോ അക്രമിയായ ഭരണാധികാരിയാണ്. ഇസ്ലാമിക് രാഷ്ട്രത്തിന്റെ തലവനായിരുന്നുവെങ്കിലും ഒത്തിരി അക്രമം ചെയ്ത ഭരണാധികാരിയാണ്. ഈ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ പട്ടാളക്കാരിൽപ്പെട്ട 2-3 ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങള് ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രസ്താവന ഇറക്കണം. ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കണമെന്ന്, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു പ്രസ്താവന ഇറക്കണമെന്ന് പറഞ്ഞപ്പോ സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങൾ പറഞ്ഞു, ഇല്ല, അതിന് സാധ്യമല്ല. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങളെ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധുരം കൊടുത്തിട്ട് റസൂലുള്ളാഹിന്റെ മടിത്തത്തിൽ കിടന്ന് മൂത്രമൊഴിച്ചു ഒരു സംഭവമല്ലേ? അസ്മാ ബീവിയുടെ പൊന്നോമന പുത്രനല്ലേ? ബഹുമാനപ്പെട്ട മുഹാജിറാത്തുകളിൽ നിന്ന് ആദ്യമായിട്ട് മദീനത്തെത്തി പ്രസവിച്ച മഹദിയാണ് അസ്മാ ബീവി. അസ്മാ ബീവിയുടെ പൊന്നുമോനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. ഈ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങൾ മക്കത്തെ ഗവർണറായി കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നത് പോലെ കഅബം പുതുക്കിപ്പടിയ മഹാനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. മഖാം ഇബ്രാഹിം കഅബയോട്, അതല്ല ഇസ്മായിൽ കഅബയോട് ചേർത്തിയിട്ട് കഅബയ്ക്കൊരു വാതിലും കൂടി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അഭിലാഷമായിരുന്നു അത്. ലൗലാ ഖൗമുകി ഹദീസ് വാഹിദിൻ ബിൽ ഇസ്ലാമി ലബനൈതുൽ കഅബത അലാ ഖവായിദ് ഇബ്രാഹിം. ആയിഷ ബീവിയോട് മുത്തുനബി പറഞ്ഞിരുന്നു, ആയിഷ, ജനങ്ങളൊക്കെ നവമുസ്ലിമീങ്ങളാ, ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാ, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലായിരുന്നുവെങ്കിൽ
ഞാൻ ഈ കഅബ പൊളിച്ചിട്ട് ഇബ്രാഹിം നബിയുടെ തറയുടെ മേൽ കഅബ പണിയുമായിരുന്നു. അതെ, ഇസ്മായിലിന്റെ മുക്കാഭാഗം ഈ കഅബയിൽപ്പെട്ടതാണ്. ഈ കഅബയ്ക്ക് നേരെ അപ്പുറത്തൊരു വാതിലുണ്ടായിരുന്നു, അതും ഞാൻ വെക്കുമായിരുന്നു. പക്ഷേ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യാതിരുന്നതാ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ തങ്ങൾ മക്കം ഭരിക്കുന്ന ഗവർണറായിരുന്ന കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ആശയമനുസരിച്ച് കഅബ പുതുക്കി പണിതിരുന്നു. പിന്നീട് വന്ന ഭരണാധികാരിയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് മഞ്ചനീക്ക് ഉപയോഗിച്ച് കഅബ പൊളിക്കാൻ തുടങ്ങി. ആ സമയത്താണ് അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ തങ്ങളെ അവര് കൊല്ലുകയാ. അന്ന് അസ്മാ ബീവിക്ക് 90 വയസ്സ് പ്രായമുണ്ട്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മയോട് ചെന്നുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞു, ഉമ്മ, ഹജ്ജാജിന്റെ പട്ടാളം വന്നുകൊണ്ട് കഅബ പൊളിക്കുകയാ, കഅബത്തിന്റെ കല്ലളകാൻ പോവുകയാണ്. ഞാൻ ചെറുത്തു നിന്നാൽ, ഞാൻ പ്രതിരോധിച്ചാൽ അവരെന്നെ കൊന്നുകളയും ഉമ്മ. അവര് കൊല്ലുന്നവർക്ക് പ്രശ്നമല്ല, മരണം എനിക്കൊരു വിഷയമല്ല. അതേ സമയത്ത് ഉമ്മ, അവരെങ്ങാനും എന്നെ കൊന്നു കഴിഞ്ഞാൽ അവരെന്നെ കഴുമരത്തിൽ താട്ടിയിട്ട് നിർത്തും. എന്നെ അവര് 2 കൈയും പറവോട്ട് മുന്നോട്ട് കെട്ടിയിട്ട് എന്നെ കഴുമരത്തിൽ നാട്ടിയിട്ട് പ്രദർശിപ്പിക്കും ഉമ്മ. അതെനിക്ക് സഹിച്ചുകൂടാ. 90 വയസ്സുള്ള അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മോനെ, ഇതിനാണോ നിന്നെ ഞാൻ പ്രസവിച്ചത്? ഇതിനാണോ നിന്നെ ഞാൻ വളർത്തിയത്? അള്ളാഹുവിന്റെ കഅബ പൊളിക്കാൻ വരുമ്പോ പ്രതിരോധിക്കാനല്ലേ ഞാൻ നിന്നെ പ്രസവിച്ചത്? അറുക്കപ്പെട്ട മൃഗത്തെ തോല് പൊളിക്കുന്നതിന് നീ എന്തിന് സങ്കടപ്പെടണം? നീ എന്തിന് പേടിക്കണം? അറുക്കപ്പെട്ട മൃഗത്തെ തോല് പൊളിക്കുന്നത് കൊണ്ടെന്താ? അതിനെ കഷ്ണിക്കുന്നത് കൊണ്ടെന്താ? ബഹുമാനപ്പെട്ട അസ്മാ ബീവിക്ക് 90 വയസ്സാണെന്ന്. പക്ഷേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ ഉമ്മയുടെ സമ്മതം വാങ്ങി പ്രതിരോധിക്കുകയാണ്. മഞ്ചനീക്ക് ഉപയോഗിച്ചിട്ട് ബഹുമാനപ്പെട്ടവരെ കൊല ചെയ്തതാ. നിഷ്കരണം കഅബാലയത്തിന്റെ സമീപത്ത് വെച്ച് കൊലപ്പെടുത്തിയിട്ട് പറഞ്ഞതുപോലെ കഴുമരത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ തങ്ങളെ നാട്ടിപ്പോയി. നാട്ടിയ സമയത്ത് ഹജ്ജാജിന്റെ പട്ടാളക്കാർ, ഹജ്ജാജിന്റെ പ്രസ്താവന വന്നു, ഈ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈറിന്റെ ഈ ശരീരം മറവ് ചെയ്യണമെങ്കിൽ, ഈ ശരീരം ഈ കഴുമരത്തിൽ നിന്നിറക്കണമെങ്കിൽ പ്രായം ചെന്ന തന്റെ ഉമ്മാസമായി വന്ന് പറഞ്ഞെങ്കിലല്ലാതെ, അസ്മാവ് വന്ന് മാപ്പ് ചോദിച്ചെങ്കിലല്ലാതെ ഈ ശരീരം ഇറക്കൂല. ബഹുമാനപ്പെട്ട അസ്മാ ബീവിയോട് ചെന്നുകൊണ്ട് പറഞ്ഞു, അവിടുത്തെ പൊന്നുമോൻ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ അതാ കൊല ചെയ്യപ്പെട്ട് കഴുമരത്തിൽ നാട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചെന്നെങ്കിലല്ലാതെ മയ്യത്ത് താഴ്ത്തൂല, ഇറക്കൂല, മറവ് ചെയ്യൂല. ബഹുമാനപ്പെട്ട അസ്മാ ബീവി ചങ്കൂറ്റത്തോടെ ത്രാണിത്വത്തോടെ സിദ്ദീഖുൽ അക്ബറിന്റെ പൊന്നുമോളല്ലേ, ആയിഷാ ബീവിയുടെ ജേഷ്ഠത്തിയല്ലേ, അതാ ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ അതാ സിദ്ദീഖുൽ അക്ബറോടൊന്നിച്ച് അതാ ഹിറൗറിൽ ഇരിക്കുമ്പോ ഖുറൈശികളെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഭക്ഷണവുമായിട്ട് വിവരങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് ഈ അസ്മാ ബീവിയാ. ചരിത്രത്തിൽ എന്തെല്ലാം സ്ഥാനങ്ങളുണ്ട്. ഈ അസ്മാ ബീവി പറഞ്ഞു, ഇല്ല ഇല്ല, ഒരു രാഷ്ട്രീയക്കാരന്റെ ഉമ്മരപ്പടിയിൽ ചെന്നിട്ട് അവന്റെ കാല് പിടിച്ചിട്ട് എന്റെ മകന്റെ മയ്യത്ത് മറവ് ചെയ്യണ്ട. അസ്മാ ബീവി തയ്യാറായില്ല. അസ്മാ ബീവി തയ്യാറാവാത്തത് കണ്ടപ്പോ വീണ്ടും മയ്യത്തിറക്കി. അവര് പരാജയപ്പെട്ട് മയ്യത്ത് കഴുമരത്തിന് താഴെ ഇറക്കി. മറവ് ചെയ്യൂല, മറവ് ചെയ്യണമോ? ഈ അസ്മാ വന്നുകൊണ്ട് പറയാതെ ഞാനിത് മറവ് ചെയ്യൂല. അസ്മാ ബീവിയോട് വിവരം ചെന്ന് പറഞ്ഞു, കൈകൾ ഉയർത്തി ദുആ ചെയ്തു, അല്ലാ എന്റെ മകൻ ആരാ നിനക്കറിയാം, എന്റെ മകൻ പാതിരാത്രി നിസ്കരിച്ചത് നിനക്കറിയാം, പകലന്തിയോളം നോമ്പ്
മകൻ ചെയ്തിരിക്കുന്ന സേവനങ്ങൾ നിനക്കറിയാം. എന്റെ മകൻ അല്ലാഹു തആല എല്ലാ കർമ്മങ്ങളും കബൂൽ ചെയ്തേക്കാം. അതുകൊണ്ട് എന്റെ മകനെ മറവ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, സങ്കടമില്ല, ഒരാളെയും കാലി പിടിക്കുന്ന പരിപാടിയില്ല. അസ്മാ ബീവിയുടെ ആ കാണിക്കത്തോടുള്ള വാക്കുകൾക്ക് മുമ്പില്, ആ അചഞ്ചലമായ വിശ്വാസത്തിന്റെ മുമ്പില്, ആ ധൈര്യത്തോടുള്ള നിലപ്പിന്റെ മുമ്പില് അവർ പരാജയപ്പെട്ടു. ഒരു ഉമ്മത്തുൽ ഖായിമാ. അതുകൊണ്ടാ സയ്യിദ് തങ്ങൾ പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഹജ്ജാജിന് സപ്പോർട്ട് പറയില്ല. ഹജ്ജാജിന്റെ പട്ടാളക്കാര് തിരിച്ചുപോയി. പിന്നീട് നൂറുകണക്കിന് ആളുകൾ വന്നിട്ട് പള്ളിയിലുള്ള സർവരെയും പുറത്താക്കിയിട്ട് സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു തങ്ങളെ ആ പള്ളിയിൽ തടവിലാക്കി. ഭക്ഷണമില്ല, പാനീയങ്ങളില്ല. മദീനത്ത് മസ്ജിദുന്നബവിയിൽ തടവിലാക്കി. മഹാനവറുകൾ ചിന്തിച്ചതെന്താണല്ലാ, ഇന്നത്തെ പോലെ വാച്ചുകളില്ല, ഘടികാരങ്ങളില്ല, നിസ്കാരത്തിന്റെ സമയമറിയാൻ വകുപ്പില്ല. ഏക മാർഗം ഏത് കാണലാണ്, അത് സമയമറിയില്ലല്ലോ. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ എത്ര സ്ഥലത്താണ് സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവർ അതാ നിസ്കാരത്തിന്റെ സമയമാകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറു ശരീഫിൽ നിന്ന് വാങ്ക് കേട്ട് 3 ദിവസം നിസ്കരിച്ചതാ. ഈ കലാപത്തിനാണ് ഹറാ കലാപം എന്ന് പറയുന്നത്. 3 ദിവസം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുസയ്യിബ് തങ്ങളെ പള്ളിയിൽ നിന്നിറക്കിക്കൊണ്ടുവന്ന് താടിയും മുടിയും രോമങ്ങളൊക്കെ വടിച്ച്, എല്ലാ താടിയും മുടിയും ഈശയും പുരികമടക്കം വടിച്ചിട്ട് അതാ ഒരു കഴുതപ്പുറത്ത് കയറ്റിയിട്ട് അതാ മദീനയുടെ അങ്ങാടികൾ കൂടി ചുറ്റിക്കറങ്ങുകയാ. ആലിമീങ്ങളെ കോലം കത്തിച്ചതുകൊണ്ട്, ആലിമീങ്ങളെ കോലം കിട്ടിയതുകൊണ്ട് അതൊന്നും ഈ സമുദായത്തിൽ ഒരു പുത്തിരിയല്ല. ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ മദീനയില്ലേ, ആ മദീനയിൽ നൂറ്റാണ്ടുകൾ തീരുന്നതിന്റെ കഴിയുന്നതിന്റെ മുമ്പ് ഇസ്ലാമിന്റെ ഭരണാധികാരികൾ തന്നെ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര്, മഹാന്തിക മഹത്തുക്കള് ഈ രൂപത്തിൽ പീഡിപ്പിച്ച ചരിത്രങ്ങള് തങ്കലിപികളാൽ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുമ്പോ നമുക്കതൊരു വിഷയമല്ല. ഉമ്മത്തുൽ ഖായിമാ. അതോർത്തുകൊണ്ട് എന്റെ കോലം കത്തിക്കപ്പെടുമോ എന്നോർത്തുകൊണ്ട്, എന്നെ തെറിവിളിക്കപ്പെടുമോ എന്നോർത്തുകൊണ്ട്, എന്നെ നിസ്സാരവൽക്കരിക്കപ്പെടുമോ എന്നോർത്തുകൊണ്ട്, എന്നെ ചീത്ത വിളിക്കപ്പെടുമോ എന്നോർത്തുകൊണ്ട് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാതിരുന്നുകൂടാ. കേൾക്കേണ്ടത് കേൾക്കാതിരുന്നുകൂടാ. ആദർശത്തിലോ ആശയത്തിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞുകൂടാ. ഉമ്മത്തുൽ ഖായിമാ. സ്വാലിഹീങ്ങളുടെ ഒന്നാമത്തെ അടയാളം ഖുർആൻ പറഞ്ഞത് അതാണ്. 2 യത്ലൂന ആയാത്തില്ലാ. അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തുകൾ ഓതുന്നവരാണ്. ഖുർആൻ ഓതൽ സ്വാലിഹീങ്ങളുടെ അടയാളമാണ്. ഓ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഖുർആനിനോട് സാധാരണക്കാർക്കുള്ള ബന്ധം ഓതിയിട്ട് പ്രതിഫലം വാങ്ങലാണ്. അതേ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നിടത്ത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് ശിഫാഉം റഹ്മത്തുമായിട്ടാണ് ഈ വിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിക്കുന്നത്. സാധാരണക്കാർക്ക് ഖുർആനിലുള്ള ബന്ധം അതാണ്. അൽ ഖുർആൻ, ഈ ഖുർആൻ എന്നതിന് ബഹുമാനപ്പെട്ട ഇമ്മത്തൊരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. അൽ ലഫ്ദുൽ മുനസ്സലു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുതഅബ്ബദു ബിതിലാവതിഹി. അതേ, ഓതിയിട്ട്
ഇബാദത്തെടുക്കാറുള്ളതാണ് എന്നല്ലാതെ ഓരോരുത്തർക്കും നോക്കിയിട്ട് മസ്അലകൾ കണ്ടെത്താനോ മസ്അലകൾ പഠിക്കാനോ നിയമങ്ങൾ കണ്ടെത്താനോ അല്ല. യഥാർത്ഥത്തിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ സാധാരണക്കാർക്ക് വിശുദ്ധ ഖുർആനിന്റെ ഭാഗം എന്താണ്? അത് ഓതിയിട്ട് അതിന്റെ ഇബാദത്തെടുക്കലാണ്, ബറക്കത്തെടുക്കലുമാണ്, ശിഫാ ലഭിക്കലുമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ഖുർആൻ ഓതുന്നവന് റഹ്മത്താണ്, അത് കേൾക്കുന്നവന് റഹ്മത്താണ്. ആർക്ക് വേണ്ടിയിട്ടാണോ ഖുർആൻ ഓതുന്നത് അവർക്കും റഹ്മത്താണ്. റഹ്മത്ത് നമുക്ക് ഏറ്റവും വേണ്ട സമയം എപ്പോഴാണ്? മരണമാസന്നമാകുമ്പോഴാണ്. ഇതുകൊണ്ട് ആ മരണമാസന്നമായ ആളുടെ അടുത്ത് വെച്ചുകൊണ്ട് ഖുർആൻ ഓതണം. സൂറത്തുൽ റഅദ് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്, യാസീൻ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ മരിച്ചവരടുത്ത് വെച്ച് ഖുർആൻ ഓതണം. കാരണം അവിടെ റഹ്മത്ത് അവതരിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സന്ദർഭങ്ങളാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഒരാൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ആമീൻ പറയുന്നതിന് 4000 മലക്കുകൾ ഒരുമിച്ച് കൂടുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഓതിയ സ്ഥലത്ത് ആ ഒരാൾ ഖുർആൻ ഓതി ആ ആൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആൾ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാൻ 4000 മലക്കുകൾ ഒരുമിച്ച് കൂടുന്നതാണ്. ഓർത്തു നോക്കൂ, മലായിക്കത്ത് അവര് ബാങ്കിൽ നിന്ന് ലോണെടുത്ത് പലിശ കൊടുക്കുന്നത് കൊണ്ട് മലായിക്കത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടൂല എന്ന സംശയത്തിന് വകയില്ലല്ലോ. ഹറാമായ ഭക്ഷണം കഴിച്ചതുകൊണ്ട് മലായിക്കത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല എന്ന് ശങ്കിക്കേണ്ടതില്ല. തീർത്തും അല്ലാഹുവിന്റെ മലക്കുകൾക്കുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഒരാള് ഖുർആൻ ഓതി ദുആ ചെയ്യുമ്പോ തന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാൻ 4000 മലക്കുകൾ ഒരുമിച്ച് കൂടുമെങ്കിൽ ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ട സ്ഥലത്ത് 100 പേര് ഖുർആൻ ഓതിയിട്ട് ആ 100 പേര് വന്ന് ദുആ ചെയ്യുമ്പോൾ എത്ര ലക്ഷം മലക്കുകളാ? 4 ലക്ഷം മലക്കുകൾ അവിടെ ഒരുമിച്ച് കൂടുകയാണ് അവർക്ക് ആമീൻ പറയാൻ വേണ്ടി. എത്ര നല്ലൊരു സന്ദർഭമാണ് ഇത്! വേണ്ടാന്ന് പറയുന്നവൻ, അത് ഓടണ്ടാന്ന് പറയുന്നവൻ, ഞാൻ ചോദിക്കുന്നു ഈ മരിച്ചവനോട് എന്തുമാത്രം മുൻപ് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് മരിച്ചയിടത്ത് ഖുർആൻ ഓതുന്നതിന്റെ പുണ്യം അതാണ്. മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം ഖുർആൻ ഓത്ത് തന്നെയാണ്. പഴയകാലത്ത് സ്വഹാബത്തിന്റെ കാലം മുതൽ മരിച്ച മയ്യത്തിന്റെ ഖബറിന്റെ അടുത്ത് തുടർച്ചയായിട്ട് 7 ദിവസം ഖുർആൻ ഓതൽ പതിവുണ്ടായിരുന്നു. 40 വരെ ഖുർആൻ ഓതൽ പതിവുണ്ടായിരുന്നു. ഒരാടുത്ത ആള് വന്ന് വിസ്മിയോതി തുടങ്ങിയിട്ടല്ലാതെ ആദ്യത്തെ ആൾ എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല. ഇങ്ങനെ മുറിയാത്ത ഓത്ത് പഴയകാലത്ത് നമ്മുടെ പള്ളിക്ക് അടുത്തുള്ള മക്ബറയിലൊക്കെ പതിവുണ്ടായിരുന്നു. ഇന്ന് ജീവിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ആ പരിപാടി തന്നെ ഓർമ്മയില്ല. ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ ചില സ്ഥലങ്ങളിലൊക്കെ പള്ളിക്കാട്ടിൽ ചെന്നാൽ ഇപ്പോഴും ചെറിയ ഇങ്ങനെ വീടുകൾ കാണാ, കുടിരി കെട്ടിയതുപോലെ കാണാ. അതൊക്കെ പഴയകാലത്ത് കത്തപ്പെരയിൽ ഓതാന്നാണ് അതിന് പറയാ. അങ്ങനെ ഓത്ത് പതിവുള്ളതാണ്. മക്കളെ, നമ്മുടെ എല്ലാ നാട്ടിലും മുമ്പ് കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? മരിച്ചുപോയൊരു സുന്നത്താണ്, ഇല്ലാതെയായിപ്പോയൊരു സുന്നത്താണ്. പരമാവധി ഹയാത്താക്കേണ്ടതാണ്. മരിച്ചുപോയ സുന്നത്തെ ഹയാത്താക്കിയാൽ 100 രക്തസാക്ഷികളെ പ്രതിഫലമാണെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം. അതേ മരിച്ച മയ്യത്ത് ഖബറടക്കിയാൽ ആ ഖബറിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതൽ സുന്നത്താണ്. ഒരു ഖത്മ് മുഴുവനും ഓതി തീർത്താൽ കാന ഹസന, അത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ആ മരിച്ച മയ്യത്ത് മറവ് ചെയ്ത പാട് തന്നെ ഓരോ 10 ആളോ 30 ആളോ കൂടിയിട്ട് ഒരു ഖത്മ് ഓതി തീർത്താൻ അത് വളരെ നല്ലതാണ്. ഇമാമുന ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം.
ഇമാം വഫാത്താവാൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ മടിത്തട്ടില് തലവെച്ചു കിടക്കുകയാണ്. ഇമാം റളിയല്ലാഹു അൻഹു മരണമാസന്നമായി കിടക്കുകയാണ്. തന്റെ ശിഷ്യന്റെ മുമ്പിൽ തലയിലെ മടിയിലാണ് തലവെച്ചിരിക്കുന്നത്. ആ സമയത്ത് പറയും, എന്നെ നിങ്ങളൊന്ന് എന്റെ ഉമ്മ ഉപ്പയുടെ ഖബറിന്റെ അടുത്തെത്തിക്കുമോ? ഇമാമിനെ ആളുകൾ താങ്ങിപ്പിടിച്ച് തന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിന്റെ അരികിൽ കൊണ്ടുവരികയോ. ആ ഖബറിന്റെ അരികിൽ ചെന്നിട്ട് മാതാപിതാക്കളോട് ബഹുമാനപ്പെട്ട ഇമാം പൊരുത്തം തേടുകയാണ്. പൊരുത്തം തേടിയിട്ട് അല്ലാഹ് വിശുദ്ധ ഖുർആൻ ഓതുന്നു. ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുന്നു മരിച്ചവർക്ക് വേണ്ടി. അതുകൊണ്ട് മരിച്ചവർക്ക് റഹ്മത്ത് കിട്ടാൻ, ജീവിച്ചിരിക്കുന്നവർക്ക് റഹ്മത്ത് കിട്ടാൻ, ഓതുന്നവന് റഹ്മത്ത് കിട്ടാൻ, വാടി കേൾക്കുന്നവന് റഹ്മത്ത് കിട്ടാൻ നമ്മൾ റഹ്മത്തിന്റെ പത്തിലാണ്. അതേ അല്ലാഹുമ്മ റഹ്മീ യാ അർഹമർ റഹീമീൻ. ഒന്നുകൂടിയ 10 ദിവസങ്ങളില് അല്ലാഹ് വാരിക്കോരി തരുന്ന റഹ്മത്താണ്. ആ റഹ്മത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാടിയത് കൊണ്ട് കാര്യമായോ? അത് കിട്ടാനുള്ള പണിയെടുക്കണ്ടേ? ഖുർആൻ ഓതുന്നവർക്ക് റഹ്മത്താണ്, അത് കേൾക്കുന്നവർക്ക് റഹ്മത്താണ്. അത് പരമാവധി ഓദിക്കോ. അറിയുമോ, ഈ ഇമാം തങ്ങൾ തന്നെ അബൂബക്കർ ഹയ്യാത്ത് തങ്ങളുടെ ചരിത്രം പറയുന്നു. തന്റെ ശറഹ് മുസ്ലിമിൽ ഒരു സ്ഥലത്ത് അബൂബക്കർ ഹയ്യാത്ത് തങ്ങൾ വലിയ മഹാനാണ്. 41 വയസ്സ് ജീവിച്ച മഹാനാണ്. അദ്ദേഹം ഇതാ വഫാത്താകാനടുത്തപ്പോ തന്റെ മകൻ ഇബ്രാഹിം എന്ന കുട്ടിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ ഉപ്പ മരിക്കുകയാ. നമ്മുടെ ഉപ്പമാർ, എല്ലാ ഉപ്പമാർക്കും മരിക്കുന്ന സമയത്ത് വസിയത്ത് ചെയ്യാനുണ്ടാവണം. ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയെങ്കിൽ നാളെ ഞാനത് പറയും. ബഹുമാനപ്പെട്ടവർ തന്റെ മകൻ ഇബ്രാഹിമിനെ വിളിച്ചു പറയുന്നു, മോനെ ഉപ്പാക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. ഈ കാലവത്രയും 30 ലോകത്ത് ജീവിച്ചിട്ട് ഉപ്പാക്ക് പടച്ച റബ്ബ് തന്ന ശരീരം കൊണ്ട്, അവയവം കൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെടാത്ത ഒന്നും ചെയ്തിട്ടില്ല. കണ്ണുകൊണ്ടൊരു ഹറാമ് നോക്കിയിട്ടില്ല, ഹറാമ് കേട്ടിട്ടില്ല, ഹറാമ് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് പടച്ച റബ്ബിനോട് ഹിസാബ് എടുക്കുന്ന സമയത്ത് അതിന്റെ പേരിൽ എനിക്കൊരു മറുപടി പറയാൻ പ്രയാസമുണ്ടാകുകയില്ല. എനിക്ക് നല്ല പ്രതീക്ഷയാണ്. അതേ സമയത്ത് മോനെ, നീ എന്തെങ്കിലും ഹറാമ് ചെയ്തു പോയാൽ, അരുതായ്മ ചെയ്താൽ, മകന്റെ കാര്യത്തിൽ നീ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല, വീഴ്ച വരുത്തി എന്ന് പറഞ്ഞ് ഉപ്പയെ ചോദ്യം ചെയ്യപ്പെടുമോ? ഉപ്പ അതിന്റെ പേരിൽ ഹിസാബ് നേരിടേണ്ടി വരുമോ? അതുണ്ടാവരുത് മോനെ. അതാ ഇബ്രാഹിം എന്ന തന്റെ മോൻ പൊട്ടിപ്പൊട്ടിക്കരയുന്നു. ഉപ്പാ, നമുക്ക് ചങ്കൂറ്റമുണ്ടോ പറയാൻ? മോനെ, എന്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയിട്ടില്ല, നിനക്ക് തെറ്റുപറ്റരുത് എന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഇബ്രാഹിം എന്ന മോനിങ്ങനെ കരഞ്ഞപ്പോ ഉപ്പ പറയുന്നു, മോനെ കരയുന്നതെന്തിനാ? എന്തിനു കരയണം? ഈ 2 തൂണുകൾക്കിടയിൽ നിന്റെ ഉപ്പ 25,000 ഖത്മ് ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട് മോനെ. 25,000 ഖത്മ് ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്. സഹോദരന്മാരെ, ചിന്തിച്ചോളൂ. ഒരു മനുഷ്യൻ 70 വയസ്സ് വരെ ജീവിച്ചാൽ 25,500 ദിവസമാ ലോകത്ത് ജീവിച്ചത്. 50 വയസ്സ് 35 വയസ്സ് ജീവിച്ചാൽ 12,750 ദിവസമാ ലോകത്ത് ജീവിക്കുന്നത്. അതേ 41 വയസ്സ് ജീവിച്ച മഹാനായ അബൂബക്കർ ഹയ്യാത്ത് തങ്ങളുടെ 6-7
വയസ്സങ്ങ് മൈനസ് ചെയ്ത ആളാ, കുട്ടിക്കാലം അങ്ങ് പൊയ്ക്കോട്ടെ, വകതിരിവെത്തുന്നതിന് മുമ്പുള്ള കാലം അങ്ങ് മൈനസ് ചെയ്താൽ, അത് കിഴിച്ചാൽ ബാക്കി വരുന്ന ദിവസങ്ങൾ എത്രയാ? സുബ്ഹാനല്ലാഹ്, 18,000-ഓളം ദിവസങ്ങളല്ലേ ഉണ്ടാകൂ. ആ നിലയ്ക്ക് 25,000 ഖത്മ് ഖുർആൻ ഓതി തീർത്തിട്ടുണ്ടെങ്കിൽ ഈ മഹാ ദിവസം എത്ര ഖുർആനാണ് ഓതിയിട്ടുണ്ടാവുക? ചിന്തിച്ചിട്ടുണ്ട്? യത്ലൂന ആയാത്തില്ല, സൽജനങ്ങളുടെ അടയാളം ഖുർആനോദല, പരിശുദ്ധ ഖുർആനോദല. അത് സജ്ജനങ്ങളുടെ അടയാളമാണ്, സ്വാലിഹീങ്ങളുടെ അടയാളങ്ങളാണ്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അറിയുമോ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക ഔ അലൈക. വിശുദ്ധ ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലമായി സാക്ഷി പറയാൻ വരും, അല്ലെങ്കിൽ പ്രതികൂലമായി സാക്ഷി പറയാൻ വരും. രണ്ടിലൊരു കാര്യം ഉറപ്പാണ്. അല്ലാഹ് മനുഷ്യനോട് പടച്ച റബ്ബ് ഹിസാബെടുക്കുമ്പോ 7 സാക്ഷികളുണ്ട്. അതിലൊരു സാക്ഷി ഖുർആനാണ്. ഒന്ന് റമളാനാണ്, മറ്റൊന്ന് ഖുർആനാണ്. വെറുതെയാണോ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ജല്ലാന ശരീഫ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ. വെറുതെ പ്രാർത്ഥിക്കുകയല്ല. ഈ മാസത്തെ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നതാക്കണം, ഞങ്ങൾക്ക് പ്രതികൂലമായിട്ട് സാക്ഷി പറയുന്നതാക്കരുത്. ഞങ്ങൾക്കൊരു ഹുജ്ജത്ത് അനുകൂലമാക്കി തരണം, പ്രതികൂലമായിട്ട് ഹുജ്ജത്ത് നിൽക്കരുത് എന്ന് പറയുന്നത് വെറുതെയല്ല. 7 സാക്ഷികൾ, ഒരു സാക്ഷി ഖുർആനാണ്, മറ്റൊരു സാക്ഷി വിശുദ്ധ റമളാനാണ്. അറിയുമോ, ഈ ഖുർആൻ രണ്ടിലൊന്നായി സാക്ഷി നിൽക്കുമെന്ന് പഠിപ്പിച്ച മുത്തുനബി, മോനെ ഒരു ദിവസം റമളാനിലല്ല എല്ലാ കാലത്തും 100 ആയത്ത് ഈ ഖുർആനിൽ നിന്ന് ഓതിയിട്ടുണ്ടോ? ഈ ഖുർആൻ നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നതാ? ഈ ഖുർആൻ അനുകൂലമായിട്ടാണോ സാക്ഷി നിൽക്കുന്നത്, പ്രതികൂലമായിട്ടാണോ സാക്ഷി നിൽക്കുന്നത്? അറിയുന്നില്ല അല്ലേ? അറിയാൻ വകുപ്പില്ല അല്ലേ? തീർത്തു പറഞ്ഞു തരാ. ഒരു ദിവസം 100 ആയത്ത് ഈ ഖുർആനിൽ നിന്ന് നീ ഓതിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിട്ട നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, അങ്ങനെ കൃത്യനിഷ്ഠ പാലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഓതി എന്ന് പറയാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാനിതാ ഉറപ്പിച്ചു പറഞ്ഞു തരാം, ഈ ഖുർആൻ നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നതാ. ഈ ഖുർആൻ നിനക്ക് അനുകൂലമായി റബ്ബിനോട് പറയുന്നതാ. മോനെ, ഖബറും ഒരു ലോകമുണ്ട്. ഖബറിൽ നമ്മൾ കണ്ടതാ, മറ്റൊന്നും കണ്ടില്ല. മീസാൻ കണ്ടില്ല, സിറാത്ത് പാലം കണ്ടില്ല, നരകം കണ്ടില്ല, മശ്ശറ കണ്ടില്ല, അതൊന്നും കണ്ടിട്ടില്ല. കണ്ടവർ പറഞ്ഞ വിവരമാണ്, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതേ സമയത്ത് ഉപ്പയെ കൊണ്ടുപോയി കിടത്തിയ ഖബർ നമ്മൾ കണ്ടിട്ടുണ്ട്, ഉമ്മയെ കിടത്തിയ ഖബർ നമ്മൾ കണ്ടിട്ടുണ്ട്, കൂട്ടുകാരെ മറയുടെ ഖബർ നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടുത്തെ വിശാലത നമ്മൾ കണ്ടിട്ടുണ്ട്, രൂപഭാവങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഈ ഖബറിനെ നിനക്ക് അനുകൂലമായി, നിനക്ക് വെളിച്ചം നൽകുന്ന, നിനക്ക് ന്യായമായിട്ട് പറയുന്ന ഒരു ശക്തിയുണ്ട്. അത് ഈ വിശുദ്ധ ഖുർആനാണ്. അതിനേക്ക് ബോധം വേണം. അതുകൊണ്ട് ഖുർആനിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഓരോരുത്തരും ചിന്തിക്കുക. 100 ആയത്ത് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്തിട്ട് വിശുദ്ധ ഖുർആനിനോടുള്ള ബന്ധം നിലനിർത്തിയാൽ, മോനെ, ഈ ഖുർആൻ നിനക്ക് അനുകൂലമായി സാക്ഷി പറയുന്നതാണ്, നിനക്ക് ന്യായം വെക്കുന്നതാണ്. അതയത്തിലൂരായാത്തില്ല ഞാൻ എത്തിപ്പറയുന്നില്ല, നിർത്തുകയാണ്. പാതിരാക്കളേറ്റ് നിസ്കരിക്കുന്നവരാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. രാത്രിയിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പടച്ച റബ്ബിനെ ഇഷ്ടപ്പെട്ടൊരു കാര്യം വേറെയില്ല. ബഹുമാനപ്പെട്ട സയ്യിദു തായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടുത്തെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ സ്വപ്നം കണ്ടപ്പോ
ചോദിച്ചു, അല്ല ഉസ്താദേ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇന്ന് ലോകത്ത് നിലവിലുള്ള ഒട്ടുമിക്ക ത്വരീഖത്തുകളും ചെന്നുമുട്ടുന്നത് ജുനൈദുൽ ബഗ്ദാദി തങ്ങളിലേക്കാണ്. സയ്യിദ് ത്വായിഫ എന്ന് പേരാണ്. ശരീഅത്തിന്റെ മരുമകനാണ്. വലിയ മഹാനാ. അവിടുന്ന് ഹബത്തിൽ ഇശാറാത്ത്, അതേ ആരും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു. ആ ഇശാറാത്തുകളൊക്കെ പോയി. ആ പേരും പെരുമയുമൊന്നും ഇവിടെയില്ല. ഇവിടെ അതൊന്നും കാണുന്നില്ല. ഇവിടെ സ്ഥാനങ്ങളില്ല, മാനങ്ങളില്ല. ഇവിടെ എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഇല്ല. പാതിരാത്രിയും എഴുന്നേറ്റ് നിസ്കരിച്ച നിസ്കാരങ്ങളല്ലാതെ ഈ ഖബറിൽ ഒന്നും കിട്ടിയിട്ടില്ല. മഹ്ശറിൽ കിട്ടുമോന്നറിയില്ല, സ്വർഗത്തിൽ കിട്ടുമോന്നറിയില്ല, മീസാനിൽ ഭാരം തോന്നുമോന്നറിയില്ല. ഈ ഖബറിൽ നിന്ന് ഇടുങ്ങിയ ഇരുട്ടിന്റെ വിട്ടുവലിക്ക് കിട്ടിയത് പാതിരാത്രി നിസ്കരിച്ചിട്ടുള്ള ചെറിയ റക്അത്ത് നിസ്കാരങ്ങളാ. സഹോദരാ, രാത്രിയിൽ പാതിരാക്ക് എഴുന്നേറ്റ് തഹജ്ജുദായ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കല്, അത് മോനെ, അത് ഖബറിലേക്ക് ഉപകരിക്കുന്ന, വെളിച്ചം കിട്ടുന്ന ഏറ്റവും നല്ല അമലാ. സ്വാലിഹീങ്ങളുടെ അടയാളങ്ങളാ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഇന്ന് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. മുത്തുനബി പഠിപ്പിക്കുകയോ മഹാനായ ഗൗസുൽ അഅ്ലമിനെ പോലുള്ള വലിയ വലിയ ഔലിയാക്കൾ പഠിപ്പിച്ചു. പാതിരാക്ക് നിസ്കരിക്കലല്ലേ റബ്ബുമായിട്ടുള്ള വലിയ ബന്ധം. ബഹുമാനപ്പെട്ട ഇബ്രാഹീം ഇബ്നു അദ്ഹം തങ്ങളതല്ലേ പറഞ്ഞത്, ഫലൈതക തഹ്ലുവൽ ഹയാത്തു മരീറത്തും ഫലൈതക തുർലാവൽ അനമുള്ളാബു. ജനങ്ങളൊക്കെ വെറുത്താലെന്താ, ജനങ്ങളൊക്കെ ദേഷ്യപ്പെട്ടാലെന്താ, ആളുകൾ പരിഗണിച്ചില്ലെങ്കിൽ എന്താ, ആളുകളുടെ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ എന്താ, നീയുമായിട്ടുള്ള ബന്ധമൊന്ന് മധുരിച്ചതാണെങ്കിൽ, അതൊന്ന് മധുരമുള്ള ബന്ധമാണെങ്കിൽ അതല്ലേ നമുക്ക് വേണ്ടത്. ബഹുമാനപ്പെട്ട ഇമ്മത്തുകൾ പറയുന്നു, അത് അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നു. ഇപ്പോ പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ അത്താഴത്തിന് എഴുന്നേൽക്കുന്നു, മുഖം കഴുകുന്നു, ഒരു wudu എടുക്കുന്നു. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ, നിസ്കരിക്കണമെന്ന ചിന്ത നമുക്ക് വരുന്നില്ലെങ്കിൽ, നിസ്കരിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നില്ലെങ്കിൽ, അതിന് നമുക്ക് മടിയാ വരുന്നതെങ്കിൽ, നീ മനസ്സിലാക്കേണ്ടതെന്താ? അല്ലാഹു നിന്നോട് നിന്റെ സമീപനം, അല്ലാഹു നിന്നോട് പറയുന്നത്, നിന്റെ മുഖം എനിക്ക് കാണണ്ടടാ, നീ എന്നോട് മിണ്ടണ്ടടാ, എന്നോട് മുഖത്ത് നോക്കണ്ടടാ. നീ നിന്റെ ഉപ്പയോടോ നിന്റെ ഉമ്മയോടോ നിന്റെ ഉസ്താദിനോടോ ഗുരുവര്യരോടോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ഒന്ന് മാപ്പ് ചോദിക്കാൻ വേണ്ടി ചെന്ന്, ഒന്ന് കഥാ സങ്കടം പറയാൻ വേണ്ടി ചെന്ന്, ഒന്ന് കാല് പിടിക്കാൻ വേണ്ടി ചെന്ന്, അങ്ങോട്ട് കടക്കുമ്പോ കടക്കടാ, പുറത്തിറങ്ങടാ എന്ന് പറഞ്ഞ് ആട്ടിയോടിച്ചാലെന്താ? അതേപോലെ പടച്ചറപ്പ് നിന്നെ ആട്ടിയോടിക്കുകയാ. നിന്റെ ശബ്ദം എനിക്ക് കേൾക്കണ്ട, നിന്റെ മുഖം എനിക്ക് കാണണ്ട, എന്റെ അടുത്തേക്ക് നീ വരണ്ട, എന്നോട് പറയണ്ട എന്ന് പറഞ്ഞ് പടച്ച റബ്ബ് നിന്നെ ആട്ടിയോടിച്ചു എന്നാ മനസ്സിലാക്കേണ്ടത്. അതാ നീ എവിടെ ചിന്തിക്കേണ്ടത്, അതാ നീ എവിടെ മനസ്സിലാക്കേണ്ടത്. മോനെ, തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? ഉറങ്ങിയിട്ട് നിനക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയല്ലാതെ എഴുന്നേറ്റ് കിട്ടുന്നില്ല അല്ലേ? നിനക്ക് താല്പര്യം വരുന്നില്ല അല്ലേ? നിനക്ക് താല്പര്യം തോന്നുന്നില്ല അല്ലേ? മനസ്സിലാക്കിക്കോ, ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല, പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പറയണ്ട,
അതിരക്ക് നിൽക്കുമ്പോ ഉറക്കിൽ നിന്നേൽക്കുമ്പോ അറിയുമ്പോ അലാറം വെക്കാൻ നല്ല സൗകര്യമാ, എഴുന്നേൽക്കാനോ നല്ല സൗകര്യമാ, ബാത്റൂമോ തൊട്ടടുത്ത ഉടുക്കാനോ നല്ല സൗകര്യമാ, സമയമോ വളരെ കുറച്ചേ വേണ്ടതുള്ളൂ. ഈ സൗകര്യങ്ങളൊക്കെയും നിനക്ക് കിട്ടിയിട്ട് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ സാധിച്ചിട്ടും 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്യാൻ നിനക്ക് തോന്നിയില്ലേ? സാധിച്ചില്ലേ? മനസ്സ് വന്നില്ലേ? നിന്റെ റബ്ബ് നിന്നെ ആട്ടിയോടിച്ചു പോയി, നിന്നെ ആട്ടിപ്പോയി. നിന്നെ കാണണ്ടടോ, ശബ്ദം കേൾക്കണ്ടടോ, എന്നോട് മിണ്ടണ്ടടോ, നിന്റെ കാര്യം പറയണ്ടടോ. റബ്ബ് പറഞ്ഞ മോനെ, ആരാധനയ്ക്കിന് പാപം പൊറുക്കുക, ആരാധനയ്ക്കിന് റഹ്മത്ത് ചെയ്യുക, ആരാധനയ്ക്ക് രോഗത്തിന് ശിവ നൽകുക, ആരാ നിന്നെ ഏറ്റെടുക്കുക, ആരോടാ നീ പറയുക? ഹതഭാഗ്യരല്ലേ, വല്ലാതെ റഹ്മത്തിനെ തൊട്ട് ആട്ടിയോടിക്കപ്പെട്ടവരല്ലേ. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് പാടിയിട്ട് കാര്യമുണ്ടോ? കേട്ടിട്ടുണ്ടോ? പട്ടുറുമാല് പാട്ടുപാടിയ ആദിൽ കൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്തൊരു പാട്ടാ! പാട്ട് കേട്ടിട്ട് കരയാത്തവരുണ്ടോ? പാട്ട് കേട്ട് കണ്ണുനീര് പൊടിയാത്തവരുണ്ടോ? എഴുതസ് പോലും കരഞ്ഞു പോയില്ലേ? പക്ഷേ ആദിൽ കൃഷ്ണന്റെ പാട്ടും ആദിൽ കൃഷ്ണൻ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? വല്ല ആത്മാർത്ഥതയുണ്ടോ? ബോധത്തോടെ പാടിയതാണോ? നമ്മുടെ ദിക്റുകള്, നമ്മുടെ സലാത്തുകള്, നമ്മുടെ ദുആകള് അതുപോലെയാണോ? ഒന്ന് ചിന്തിച്ചുകൂടെ? ശ്രദ്ധിച്ചുകൂടെ? സാലിഹീങ്ങള് രാത്രിയുടെ സമയങ്ങളില് അന്ത്യയാമങ്ങളില് നിസ്കരിക്കുന്നവരാ, സുജൂദ് ചെയ്യുന്നവരാ. ഇമാമിനോട് ഒരാൾ വന്നിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു, പ്രശ്നങ്ങൾ പറഞ്ഞു. നിർദ്ദേശിച്ചതെന്താ? മോനെ, എല്ലാറ്റിനും ഒരു കൽബുണ്ട്, നിനക്കും ഒരു കൽബുണ്ട്, സമയത്തിനൊരു കൽബുണ്ട്, ഖുർആനിനൊരു കൽബുണ്ട്, നിസ്കാരത്തിനൊരു കൽബുണ്ട്. എല്ലാ കൽബും കൂടി ഒന്നിച്ചു ചേർന്നിട്ട് നീ ദുആ ചെയ്തോ. അത്താഴത്തിന്റെ സമയമാണ്, സമയത്തിന്റെ കൽബ്. ആ സമയത്ത് എഴുന്നേറ്റിട്ട് ഒരു പൂർണ്ണമായ വുളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചോ. ആ നിസ്കാരത്തിന് ഖുർആന്റെ കൽബ് യാസീന, യാസീൻ ഓദിക്കോ. നിസ്കാരത്തിന്റെ കൽബ് സുജൂദാ. ആ സുജൂദിൽ കിടന്നിട്ട് നിന്റെ കൽബ് കൊണ്ട് ദുആ ചെയ്തോ. 4 കൽബും കൂടി ഒന്നിച്ചു ചേർന്നിട്ട് ദുആ ചെയ്താ ഇജാബത്ത് കിട്ടുന്നതാ. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ നമുക്ക് സംസാരിക്കാം. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇജാബത്തുള്ള സദസ്സ് നമ്മുടെ സദസ്സല്ല ഉൾപ്പെടുത്തി തരട്ടെ. പാപങ്ങളൊക്കെ പടച്ചറബ് വിട്ടുവരത്ത് മാറ്റിത്തരട്ടെ. വാശയിൽ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗങ്ങളോടുകൂടി നാളെ സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا സർവ്വാധിനാഥനായ അല്ലാഹുവേ, ഞങ്ങളെ റമളാനിൽ ഒരുമിച്ച് കൂടിയത്, നിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത്, നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ കേട്ടത് എല്ലാം ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നിന്റെ വിശാലമായ റഹ്മത്ത് ചൊരിയുന്നതിന് ഹേതുകമായ സദസ്സായി നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ വിശാലമായ റഹ്മത്ത് നിങ്ങൾക്ക് നീ ചൊരിയണേ അല്ലാഹ്. റഹ്മത്തിന്റെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലായികത്തുകളെ കൊണ്ട് അനുഗ്രഹീതമായ സദസ്സുകളാക്കണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. വിശുദ്ധ റമളാൻ കൊണ്ട് പാപങ്ങൾ പൊറുപ്പിച്ച് നിഷ്കളങ്ക മനസ്സിന്റെ ഉടമകളാകുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ഞങ്ങളുടെ ഭാര്യമാര്, സന്താനങ്ങൾ, സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഞങ്ങളുടെ ശിഷ്യന്മാർ, ഞങ്ങൾക്ക് ഖിദ്മ ചെയ്യുന്നവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങൾ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഞങ്ങൾക്ക് ദീനീ രംഗത്ത് ഞങ്ങൾക്ക് പ്രചോദനം തന്നവർ, ഞങ്ങളുടെ സ്നേഹിതന്മാർ, കൂട്ടുകാർ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഇൽമും ഈമാനും ഹിദായത്തും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളാ ആഖിറത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ശൈഖുമാര്, ഉസ്താദുമാര്, അവരുടെ ഖബറുകൾ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അവരോടൊന്നിച്ചു ചേരുമ്പോ ഞങ്ങളെ ഖബറ് നീ വിശാലമാക്കണേ അല്ലാഹ്. ആഖിറത്ത് നന്നാക്കി തരണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര്, പ്രവർത്തകന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ മുൻസാക്ഷികൾക്ക് മുഴുവനും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ദില്ലത്തിലാക്കല്ലേ അല്ലാഹ്. കിബറ്, അസദീരിയ, ഉജ്ബ്, ഹിർസ്, ഹിഖ്ദ് പോലുള്ള എല്ലാവിധ ദുർഗുണങ്ങളിൽ നിന്നും ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ശുദ്ധിയാക്കണേ അല്ലാഹ്. ആഫിയത്ത് ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم.